2026 ഉറപ്പായും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. 2027 28 ഒക്കെ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പിൻകാലത്തേക്ക് ഉപകാരപ്പെടാനായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ വിഷൻ ബോർഡ് എന്നും പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പല സിനിമകളിലും അതുമായി ബന്ധപ്പെട്ട ഒരു വാചകവും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ അതിയായ ഒരാഗ്രഹമുണ്ട് എങ്കിൽ, ആ ആഗ്രഹം തീവ്രമാണ് എങ്കിൽ ഈ ലോകം മുഴുവനും അത് നേടാനായിട്ട് നമുക്കൊപ്പം നിൽക്കും. കുറച്ചൊക്കെ അതിനകത്ത് സത്യവുമുണ്ട്, കുറച്ചൊക്കെ കള്ളവുമുണ്ട്. എന്നാലും ഒരു 5 മണി രഹസ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഹാൾ എൽറോഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ദ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. ഏതാണ്ട് ഈ വിഷൻ ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു 6 കാര്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 6 കാര്യങ്ങളൊന്ന് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും രാവിലെ 5 മണി തൊട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ 2026 തന്നെ കണ്ടേക്കാം. അതിലൊന്നാമത്തത് സൈലൻസ് ആണ്. പലപ്പോഴും ഒരു നിശബ്ദമായി നമ്മളെ തന്നെ ഒന്ന് കേൾക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, നിശബ്ദമായി നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ പല കുറവുകളും പല പോസിറ്റീവുകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. പലപ്പോഴും നമുക്ക് അങ്ങനെ ഇരിക്കാനൊരു ഇടം കിട്ടാത്തതോ സമയം കിട്ടാത്തതോ ആണ് പ്രശ്നം. ഒന്ന് നിശബ്ദമായി നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് വയ്ക്കും. നിങ്ങളുടെ കുറേ അധികം ഗുണങ്ങൾ, നിങ്ങളുടെ കുറേ അധികം പോരായ്മകൾ മറ്റാരും പറഞ്ഞു തരാതെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്കുകൾ, നിങ്ങൾക്ക് പഠിക്കാമായിരുന്ന സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ പറ്റി, ഒരുപക്ഷെ നിങ്ങൾക്ക് നേടാമായിരുന്ന പല കാര്യങ്ങളും പല എക്സാമുകളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാതെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ പഠിക്കും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എനിക്കൊരു സർക്കാർ ജോലിക്കാരിയാവണം, ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്, ഇതൊക്കെ നമ്മൾ വീമ്പിളക്കി നടക്കാറുള്ളതാണ്. ഞാൻ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ പഠിക്കുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്, ഇന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇന്ന എക്സാമാണ് ഇനി വരാൻ പോകുന്നത്, അതിനുവേണ്ടി തീവ്രമായ പഠനത്തിലാണ് എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ബന്ധുക്കാരോടും ഒക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൽ നിങ്ങളൊരു PSC ആസ്പിറൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനഃപൂർവ്വമായി ഇൻജെക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾ എപ്പോഴും വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ ഒരു ചടങ്ങുകളിന് പോകുമ്പോഴോ ഒക്കെ ഇവരിത് നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കും, ഇതുവരെയൊന്നും ആയില്ലല്ലേ, വല്ലതും പഠിക്കുന്നുണ്ടോ, പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, നിനക്ക് വല്ല പ്രൈവറ്റ് ജോലിക്കും പൊക്കൂടെ, അങ്ങനെ പല 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 കാരണങ്ങൾ. ആക്ച്വലി അവരെ കൊണ്ട് ഇത് ചോദിപ്പിച്ചത് ആരാ? നമ്മൾ തന്നെയാണ്. ഒന്ന് നിശബ്ദമാകാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ, നിശബ്ദമായി നിങ്ങളുടെ അധ്വാനം തുടരാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ ആ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. അവസാനം വിജയം കൊണ്ട് നിങ്ങൾക്ക് മറുപടിയും പറയാമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് നിശബ്ദമായിരിക്കുക. നിശബ്ദതയിൽ ഇരുന്ന് അധ്വാനിക്കുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. രണ്ടാമത്തത് അഫർമേഷൻസ് ആണ്. നിങ്ങൾ മറ്റുള്ളവരോടല്ല നിങ്ങൾ ഇന്നതാകും എന്ന് പറഞ്ഞു നടക്കേണ്ടത്. പകരം നിങ്ങൾ നിങ്ങളോട് തന്നെ പറ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്ന വർഷമാണ് 2026 എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറ. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റായി KSFയിൽ തന്നെ 1ാം റാങ്കിൽ ജോലി നേടുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറ. അല്ലെങ്കിൽ LDC വരാനിരിക്കുന്ന LDC പരീക്ഷയിൽ ആദ്യ റാങ്കിൽ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിട്ട് നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഈ വരാൻ പോകുന്ന എക്സാമിലെ ഏത് റാങ്കിലാണ് വരാൻ പോകുന്നത് എന്ന് കുറിച്ചിട്ട്, അത് പറ്റുമെങ്കിൽ നിങ്ങളൊരു ഡയറിയിലോ ഒരു ബുക്കിലോ മറ്റോ എഴുതി നിങ്ങൾക്ക് കാണാൻ പാകത്തിന് അതൊന്ന് എഴുതി സ്റ്റിക്ക് ചെയ്ത് വെച്ചോ. എന്തിനാണെന്നറിയാമോ? പലപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയും, അപ്പുറത്ത് കൂട്ടുകാരത്ത് ഉല്ലസിക്കാൻ സമയമുണ്ടെന്നും, ഒരുപക്ഷെ ഒരു റൈഡിന് പോകാൻ സമയമുണ്ടെന്നും, ഒരു സിനിമയ്ക്ക് പോയാൽ മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടുമെന്നും. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റ് ഒരുപാട് വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സമയം അങ്ങനെ ചിലവഴിക്കാമെന്നും ഒക്കെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാളെയും സമയമുണ്ടല്ലോ, പരീക്ഷ ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴായാലും അധ്വാനിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കാനും സാധ്യതയുണ്ട്. അതിൽ നിന്ന് നിങ്ങളെ വിലക്കാൻ ഈ ഒരു കാര്യത്തിന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ റാങ്ക്, അതാദ്യ റാങ്ക് തന്നെ നിങ്ങൾ എഴുതി കുറിച്ചിട്ടോ നിങ്ങളതാവാൻ വേണ്ടി സാവധാനം തനിയെ പ്രയത്നിച്ചു തുടങ്ങിയിരിക്കും. നിങ്ങളതായതായി കണ്ട് പഠിച്ചു തുടങ്ങുക എന്ന് പലരും നിങ്ങളോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടാവും. അവഗണിക്കേണ്ട, അതിലും ചില സത്യങ്ങളുണ്ട്. മൂന്നാമത്തത് വിഷ്വലൈസേഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കയ്യിലേക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുന്ന ആ നിമിഷം എത്ര നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും നിങ്ങളുടെ കയ്യിൽ വന്ന അഡ്വൈസ് മെമ്മോ. ആ അഡ്വൈസ് മെമ്മോയിൽ നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളവും നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരും എഴുതി സർക്കാരിൻ്റെ എൻവലപ്പിൽ
അതാ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു അഡ്വൈസ് മെമ്മോ വരുന്ന ആ രംഗം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഏറെ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കുമാണ്. അമ്മയുടെ ഉദരത്തിൽ 9 മാസം കിടന്നപ്പോഴുള്ള കണക്കല്ല, പകരം ആ 9 മാസം കൊണ്ട് അമ്മ മെനഞ്ഞ പല സ്വപ്നങ്ങളുടെയും ഉത്തരമായിരിക്കും അഡ്വൈസ് മെമ്മോ. അതിനുശേഷം 365 ദിവസത്തിലെ 250 ദിവസവും പകൽ നിങ്ങൾ ഉണരുന്നതിലും മുമ്പേ ഉണർന്ന്, നിങ്ങൾ ഉറങ്ങിയതിന് ശേഷവും ഉറങ്ങി, നിങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷയുടെ വിലയായിരിക്കും നിങ്ങൾക്ക് ആ കിട്ടിയ അഡ്വൈസ് മെമ്മോ. വയ്യാണ്ടിരുന്നിട്ടും അപ്പൻ അധ്വാനിക്കാൻ പോയി നിങ്ങളെ ജോലിക്ക് വിട്ടതിൻ്റെ വിലയായിരിക്കും അഡ്വൈസ് മെമ്മോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ അതിനെ ഒന്ന് കൊണ്ടുപോകാം. എനിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുന്നത്, ഞാൻ ആ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനം, ഞാൻ അവിടെ പോയി കസേരയിൽ ഇരിക്കുന്ന രംഗം, നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്ന സാധുജനങ്ങൾക്ക് നിങ്ങളൊരു സേവനം ചെയ്തു കൊടുത്ത് അവരുടെ മുൻപിൽ ഉണ്ടാകുന്ന പുഞ്ചിരി നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. സാവധാനം തനിയെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. അതിലും ചില സത്യങ്ങളുണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന സമയമാണ്. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയി പഠിച്ച് മനസ്സിനെയും ശരീരത്തെയും ഒക്കെ അങ്ങ് ഡ്രെയിൻഡ് ആക്കാതെ ഒരല്പസമയം, അരമണിക്കൂറെങ്കിലും നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ, എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. കുറച്ചുകൂടി ഉഷാറായി, കുറച്ചുകൂടി ആവേശത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാൻ എക്സസൈസ് ഒരുപാട് സഹായിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. മറ്റൊന്ന് റീഡിംഗ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഒരുപാട് വായിക്കുന്നുണ്ടല്ലോ, പിന്നെ മറ്റൊരു റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഉണ്ട്. നിങ്ങളെ പോസിറ്റീവായി നിർത്താൻ സാധിക്കുന്ന, നിങ്ങളെ നെഗറ്റീവിലേക്ക് തള്ളിവിടാത്ത, കുറേ കൂടി ആവേശത്തോടെ പഠിക്കാൻ, കുറേ കൂടി ആവേശത്തോടെ ജീവിത ലക്ഷ്യങ്ങൾ മെനയാൻ നിങ്ങളെ സഹായിക്കുന്ന പല പുസ്തകങ്ങളും, പ്രത്യേകിച്ച് ലൈഫ് ചേഞ്ചിങ് ആയുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ആ പുസ്തകങ്ങൾ ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും വായിക്കാനായിട്ട് മാറ്റിവെക്ക്. അതിലെ പല കാര്യങ്ങളും നിന്നെ വീണ്ടും 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 നിന്റെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിർത്താനായിട്ട് സഹായിക്കും. അതിലൊന്നാണ് ദ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആ പുസ്തകവും നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു 15 മിനിറ്റെങ്കിലും മാറ്റിവെച്ച് വായിക്കാനായിട്ട് ശ്രമിക്കാം. അതിലൂടെയും മാറ്റങ്ങൾ കാണാം. അവസാനത്തത് ജേണലിംഗ് ആണ്. ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തേതും ഏറ്റവും പരമപ്രധാനവുമായ കാര്യം ജേണലിംഗ് തന്നെയാണ്. ഓരോ ദിവസവും നിങ്ങളൊന്ന് എഴുതി വെച്ചേ. ഇന്നത്തേതിനേക്കാൾ മികച്ചതാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചേ. നിങ്ങളൊന്ന് അക്കൗണ്ട് ആയെങ്കിൽ മാത്രമേ നിങ്ങളെ തിരുത്താൻ നിങ്ങൾക്ക് കഴിയൂ. ഇന്ന് നിങ്ങൾ എന്തായിരുന്നു, ഇന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുണ്ടായത്, നിങ്ങളുടെ പഠനത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇടയായത്, ആ കാരണങ്ങൾ നാളെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളതൊന്ന് എഴുതി വെക്കണം. ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളായിരുന്നു, ഇതൊക്കെ ഞാൻ മാറ്റേണ്ടതായിരുന്നു, ഇതിനൊക്കെ ഒരു തിരുത്തലുണ്ടായാൽ ഒരു പക്ഷേ നാളെ ഇതിലും മികച്ചതായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും വൈകുന്നേരം പ്ലാൻ ചെയ്യണം. ഇന്ന് ഇന്ന കാര്യങ്ങൾ മാറ്റം വരുത്തി നാളെ ഇന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം. അതിലൂടെ എനിക്ക് എൻ്റെ റാങ്ക് ബൂസ്റ്റ് ചെയ്ത് ആദ്യ റാങ്കിലേക്ക് എത്തണം. പ്രത്യേകിച്ച് ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെ, കമ്പനി ബോർഡ് LGS പോലെ ഏതാണ്ട് 3500-ലധികം വേക്കൻസികൾ വരാൻ പോകുന്ന പരീക്ഷ. ഈ 2 പരീക്ഷകളും കൂടി ചേർത്ത് വെച്ചാൽ ഏതാണ്ട് 7000-ഓളം വേക്കൻസികളാവും. ഒരു പക്ഷേ PSCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി ലെവൽ നിയമനങ്ങൾ നൽകുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇനിയും പ്രിലിംസിന് 60 ദിവസങ്ങൾ കൂടിയുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഉഴപ്പുകയാണെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മടിയിൽ തന്നെ തുടരുകയാണെങ്കിൽ, ആവേശത്തോടെ പഠിച്ചു തുടങ്ങാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 60 ദിവസം ഒന്ന് കടിച്ചു പിടിച്ച് ചെയ്തു നോക്കുക. തുടക്കത്തിൽ ഭയങ്കരമായ ദുഷ്കരമായി നിങ്ങൾക്ക് തോന്നും, വലിയ മടുപ്പ് നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെ എന്തിനാണ് എന്ന് പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കടിച്ചു പിടിച്ചെങ്കിലും 60 ദിവസം ഒന്ന് ചെയ്തു നോക്ക്. വലിയ മാറ്റം നിങ്ങൾ കാണാൻ പോവുകയാണ്. 2026-ൽ നിങ്ങൾ ഈ പരീക്ഷ കഴിയുമ്പോൾ 2027-ൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യം നിങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ ഈ വരുന്ന 60 ദിവസം ഒന്ന് അധ്വാനിച്ച് നോക്കാം. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളിലൂടെയും ഈ പുസ്തകത്തിലൂടെയും ഒക്കെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പക്ഷേ അതിനേക്കാളിലൊക്കെ ഉപരി മറ്റൊരു കാര്യം കൂടെയുണ്ട്. പഠിക്കാനുള്ളത് നിങ്ങൾ തന്നെയാണ്. പരീക്ഷ നിങ്ങളുടെ അവസ്ഥകൾ കൊണ്ട് മാറ്റിവെക്കില്ല. നിങ്ങൾക്ക് പനിയായി പോയതുകൊണ്ടോ, നിങ്ങൾക്ക് വയ്യാതായതുകൊണ്ടോ, നിങ്ങളുടെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നത് കൊണ്ടോ, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം സിനിമ കാണാൻ പോയത് കൊണ്ടോ ഒന്നും ഈ എക്സാമിൻ്റെ ഡേറ്റ് മാറാൻ പോകുന്നില്ല. മെയ് മാസം 2 മറക്കണ്ട. ആ എക്സാം എഴുതാൻ നിങ്ങൾ പോയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. നിങ്ങൾ ആ എക്സാം എഴുതിയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിരാശയാണോ വേണ്ടത് അതോ പ്രതീക്ഷയാണോ വേണ്ടത് എന്ന് ഇപ്പോൾ ഇരുന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ധൈര്യത്തോടെ പഠിച്ചു മുന്നേറാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ യെസ് എന്ന് എഴുതി കമൻറ്റ് ചെയ്തു.
ആ ദൃഢനിശ്ചയത്തിൽ ഓരോ ദിവസവും പഠിച്ചു പൊക്കോ. കൺസിസ്റ്റൻ്റായി വരുന്ന 60 ദിവസം വിജയം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സൂപ്പർ നോട്ട്സിൻ്റെ ഏതെങ്കിലും ബാച്ചുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ. നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിലും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്